ചെയിൻ രണ്ട് തരത്തിലാണ്. ഒന്നാമത്തത് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ, രണ്ടാമത്തത് ഡിട്രീറ്റസ് ഫുഡ് ചെയിൻ, അതർവൈസ് GFC ആൻഡ് DFC. ഇതാണ് പ്രധാനമായിട്ടുള്ള ഫുഡ് ചെയിൻസ്. അതിൽ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം എ പ്രൊഡ്യൂസർ, അവിടെ നിന്ന് ഹെർബിയോർ, അവിടെ നിന്ന് കാർണിയോർ. ഓക്കെ, എപ്പോഴും ഒരു പ്രൊഡ്യൂസറിൽ സ്റ്റാർട്ട് ചെയ്യും, അത് നിർബന്ധമാണ്. ഓക്കെ, ഒരു ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എവിടെ തുടങ്ങും? ഒരു പ്രൊഡ്യൂസറിൽ തുടങ്ങി അവിടെ നിന്ന് നേരെ ഒരു ഹെർബിയോറിലേക്ക് പോയി അവിടെ നിന്ന് ഒരു കാർണിയോറിലേക്ക് പോകുന്നു. ഇതാണ് ബേസിക്കലി എന്തെന്ന് പറഞ്ഞാൽ ഒരു ഗ്രേസിംഗ് ഫുഡ് ചെയിൻ. It starts from a producer, goes to the herbivore and goes to the carnivore എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ അപ്പോൾ കാറ്റൽ ഗ്രേസിംഗ് ഇൻ ഗ്രാസ് ലാൻഡ് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ പശു അല്ലെങ്കിൽ ആട് ഇതൊക്കെ ഗ്രേസിംഗ് ഓൺ ദ ഗ്രാസ് ലാൻഡ് അല്ലേ? അവരവിടെ നിന്ന് എന്താണ്? ഗ്രാസ് ആണ് അവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ. അതിനെ കഴിക്കുന്നത് ആരാണ്? ശരിക്കും ഈ കാറ്റിൽസ് ആണ്. ആ കാറ്റിൽസിന് ഒരുപക്ഷെ ഹ്യൂമൻസ് കഴിക്കുമായിരിക്കും, ഓടോവർ ഇറ്റ് ഇസ് കാർണിവേഴ്സ് കഴിക്കും അല്ലെങ്കിൽ ഒമിനിവേഴ്സ് കഴിക്കും അല്ലേ? നോക്കിക്കേ, ദ ഗ്രേസിംഗ് ഓൺ ദി കാറ്റൽ ഗ്രേസിംഗ് ഇൻ ദ ഗ്രാസ് ലാൻഡ്, ഡിയർ ബ്രൗസിംഗ് ഇൻ ദ ഫോറസ്റ്റ് and insects feeding on the crops and trees are the most important links in the grazing food chain. കണ്ടോ? അപ്പോൾ ഇതെല്ലാം ഏതിൽ വരും? നമ്മുടെ ഗ്രേസിംഗ് ഫുഡ് ചെയിനിൽ വരുന്നതാണ്. ഏതൊക്കെയാണ്? ഒന്നാമത്തത് ഈ ഗ്രാസ് ലാൻഡിൽ കാറ്റിൽ ഗ്രേസിംഗ് ഇൻ ദ ഗ്രാസ് ലാൻഡ്, ഡിയർ ബ്രൗസിംഗ് ഇൻ ദ ഫോറസ്റ്റ്, ഇൻസെക്ട്സ് ഫീഡിംഗ് ഓൺ ദ ക്രോപ്സ് ആൻഡ് ട്രീസ്. ഇതൊക്കെ എന്താണ്? ശരിക്കും ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആണ് എന്നറിയാം. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, എപ്പോഴും ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ പ്രൊഡ്യൂസേഴ്സ് ത്രൂ ദ ഹെർബിയോർ ടു ദ കാർണിയോർ. ഇതാണ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ പ്രൊഡ്യൂസർ ത്രൂ ദ ഹെർബിയോർ ആൻഡ് ടു ദ കാർണിയോർ. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. നമുക്കറിയാം അതിന്റെ ഒരു പോക്ക് എങ്ങനെയായിരിക്കും? പ്രൊഡ്യൂസറിൽ നിന്ന് പ്രൈമറി കൺസ്യൂമർ ആണ്, അവിടെ നിന്ന് ഒരു സെക്കൻഡറി കൺസ്യൂമർ ആണ്. അടുത്ത പ്രൈമറി കൺസ്യൂമർ എപ്പോഴും ആരായിരിക്കും? ഹെർബിയോർ. സെക്കൻഡറി കൺസ്യൂമർ എപ്പോഴും ആരായിരിക്കും? ഒരു കാർണിയോർ ആയിരിക്കും. ഓക്കെ, ഒരു സിമ്പിൾ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഇത് കാണിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? നോക്കിക്കേ, ഗ്രാസ് നമ്മൾ സാധാരണ പറയുന്നില്ലേ, ഗ്രാസ്, ഗ്രാസ് ഹോപ്പർ, ദെൻ ടോഡ് അല്ലെങ്കിൽ നമ്മൾ ഫ്രോഗ് എന്ന് വിളിക്കാം, ദെൻ സ്നേക്ക്, ദെൻ അതിനെ കഴിക്കുന്ന ഹോക്ക്, ദെൻ അതിനെ ഡീകമ്പോസസ് മൈക്രോ ഓർഗാനിസം. കണ്ടോ? ഇതാണ് ഒരു സിമ്പിൾ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ എങ്ങനെ വരുന്നത്? ഒന്ന് ഗ്രാസ്, ഗ്രാസ് ഹോപ്പർ, ടോഡ്, സ്നേക്ക്, ഹോക്ക് അല്ലെ? ഇത് ശരിക്കും ഒരു സിമ്പിൾ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആണ് എന്ന് അറിഞ്ഞിരിക്കുക. കണ്ടല്ലോ? ഇതാണ് കണ്ടീഷൻ. കണ്ടല്ലോ? ഇതാണ് പ്രൊഡ്യൂസർ, ഇവിടെ നിന്ന് ഗ്രാസ് ഹോപ്പർ, അവിടെ നിന്ന് ഫ്രോഗ്, ദെൻ സ്നേക്ക്, ദറ്റ് ഹോക്ക് ആൻഡ് ഫൈനലി ഡീകമ്പോസസ്. മനസ്സിലായോ? സോ ഇതാണ് കണ്ടീഷൻ. വ്യക്തമായി മനസ്സിലാക്കുക. ഓക്കെ, ദെൻ അതർ ഫുഡ് ചെയിൻസ് ആണ് ഇവിടെ ഉള്ളത്. ഒരു കോൺ, റാറ്റ് കഴിക്കുന്നു, റാറ്റിനെ ഓൾ കഴിക്കുന്നു അല്ലേ? ദെൻ ക്യാരറ്റ് റാബിറ്റ് കഴിക്കുന്നു, റാബിറ്റിനെ ഫോക്സ് കഴിക്കുന്നു, ഫോക്സിന് ലയൺ കഴിക്കുന്നു അല്ലേ? സോ അപ്പോൾ ഇവിടെ റാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിസ് എ പ്രൈമറി കൺസ്യൂമർ, ഫോക്സ് സെക്കൻഡറി കൺസ്യൂമർ, ലയൺ ടെറിഷറി കൺസ്യൂമർ. ഇവിടെ റാറ്റ് പ്രൈമറി കൺസ്യൂമർ, ഓള് സെക്കൻഡറി കൺസ്യൂമർ. ഓക്കെ, ഇവിടുത്തെ കണ്ടീഷനിൽ ഈ ഗ്രാസ് ഹോപ്പർ പ്രൈമറി കൺസ്യൂമർ ആണ്. ഗ്രാസ് ഹോപ്പർ ആരാണ്? പ്രൈമറി കൺസ്യൂമർ ആണ്. ഫ്രോഗ് സെക്കൻഡറി കൺസ്യൂമർ ആണ്. പൈത്തൺ ടെറിഷറി ആൻഡ് ഈഗിൾ കോർഡിനറി കൺസ്യൂമർ ആണ്. മനസ്സിലായോ? അപ്പോൾ ഇവരാണ് ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സ്. ഇവിടെ ഗ്രാസ് ആണ്, ഇവിടെ ക്യാരറ്റ് ആണ്, ഇവിടെ കോൺ ആണ്. ഇതാണ് ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അതർ ഫുഡ് ചെയിൻ ഈസ് ഹിയർ. ഒരു ട്രീ ഫുഡ് ചെയിൻ ആണ് അല്ലേ? ഇതാണ് ട്രീ, ഇതാണ് ഇവിടുത്തെ പ്രൊഡ്യൂസർ. ഇതിൽ നിന്ന് ആര് കഴിക്കും? ഡിയർ കഴിക്കും, ഡിയറിനെ ലയൺ കഴിക്കും അല്ലേ? സോ നോക്കിക്കേ, ഫ്ലവേഴ്സ്, ഫ്ലവറിനെ ഫ്ലൈസ് അല്ലേ? അതിൽ നിന്നാണ് അവർ ഫുഡ് എടുക്കുന്നത് അല്ലേ? ഈ ഫ്ലൈസിനെ കഴിക്കുന്നത് ഫ്രോഗ്, ഫ്രോഗിനെ കഴിക്കുന്ന സ്നേക്ക്, സ്നേക്കിനെ കഴിക്കുന്ന ഈഗിൾ. ഇതൊക്കെ എന്താണ്? ഓരോ ഫുഡ് ചെയിൻസ് ആണ് എന്ന് അറിഞ്ഞിരിക്കുക. ദെൻ അടുത്ത ഇവിടെ നോക്കിയാൽ ഒരു അക്വാട്ടിക് സിസ്റ്റമാണ് കാണിച്ചിരിക്കുന്നത്. കണ്ടോ? ഈ വെള്ളത്തിൽ നിൽക്കുന്ന ഫ്ലവർ അല്ലേ? സോ ഈ ഫ്ലവറിൽ നിന്നാൽ സ്മോൾ ഫിഷസ് അല്ലേ? അല്ലെങ്കിൽ ചെറിയ എന്താ പറയുക, ആൽഗയൊക്കെ ആയിരിക്കും. ഇതിനെ സ്മോൾ ഫിഷസ് കഴിക്കും, അതിനെ ലാർജ് ഫിഷ് കഴിക്കും, അതിനെ ആര് കഴിക്കും? ബേർഡ്സ് കഴിക്കും. ക്ലിയർ ആണോ? അപ്പോൾ ഇതൊക്കെയാണ് എന്തെന്ന് പറഞ്ഞാൽ ഓരോ ഫുഡ് ചെയിന് എക്സാമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ഇസ് ദ ഡിട്രീറ്റസ് ഫുഡ് ചെയിൻ. ഇറ്റ് ഈസ് നത്തിങ് ജസ്റ്റ് ഈ ഡിട്രീറ്റസ് ഫുഡ് ചെയിൻ ഇറ്റ് ഈസ് ഓൾവേസ് സ്റ്റാർട്ടിങ് ഫ്രം എ എന്തിൽ നിന്നാ? ഒരു ഡിട്രീറ്റസിൽ നിന്ന് തുടങ്ങും. അതായത് ഒരു അഴുകുന്ന വസ്തുവിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. വിച്ച് സ്റ്റാർട്ട്സ് വിത്ത് ദ ഡെഡ് ഓർഗാനിക് ഡെബ്രിസ് ഓർ ദി മാറ്റർ ആൻഡ് പാസസ് ത്രൂ ദ ഡിട്രീറ്റസ് ഫീഡിംഗ് ഓർഗാനിസം ആൻഡ് സോയിൽ ടു ദ ഓർഗാനിസം ഫീഡിംഗ് ഓൺ ദ ഡിട്രീറ്റസ് ഫീഡേഴ്സ്. എന്ന് പറഞ്ഞാൽ ഇത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരു ഡിട്രീറ്റസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അതിൽ നിന്ന് ഈ ഡിട്രീറ്റസിനെ കഴിക്കുന്നവരാണ് ഡിട്രീറ്റസിനെ ഫീഡ് ചെയ്യുന്നവരാണ്. ഇനി അതിനെ ഈ ഡിട്രീറ്റസ് ഫീഡേഴ്സിനെ കഴിക്കുന്ന അടുത്തയാള്
മനസ്സിലായോ? സോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം നോട്ട് ഫ്രം ദ പ്രൊഡ്യൂസർ. ഓക്കെ, ആൻഡ് ഇൻ ദ DFC അല്ലെങ്കിൽ ഡിട്രീറ്റസ് ഫുഡ് ചെയിൻ സ്റ്റാർട്ട്സ് വിത്ത് ദി ഡിട്രീറ്റസ്. ഓക്കെ, സോ അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. എ ലാർജ് ഫ്രാക്ഷൻ ഓഫ് എനർജി ഫ്ലോസ് ത്രൂ ദ ഡിട്രീറ്റസ് ഫുഡ് ചെയിൻ. കണ്ടോ, ഒരു ലാർജ് ഫ്രാക്ഷൻ ഓഫ് എനർജി ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലോ ചെയ്യുന്നുണ്ട് ഡിട്രീറ്റസ് ഫുഡ് ചെയിനിൽ. ഓക്കെ, എക്സാമ്പിൾ നോക്കിക്കേ, ഒരു മാംഗ്രൂവ് നമ്മൾ മനസ്സിൽ വിചാരിക്കാം. ഓക്കെ, അവിടെ ഡിട്രീറ്റസ് എന്ന് പറഞ്ഞാൽ അവിടെ താഴെ വീണ് കിടക്കുന്ന ഫാളൻ ലീവ്സ് അല്ലേ, ഇതിനെ ആര് കഴിക്കും? ശരിക്കും ഡിട്രീറ്റീവ് ഓറുകൾ കഴിക്കും. ആരാണ് ഇവിടുത്തെ ഡിട്രീറ്റീവ് ഓറ്? ഫംഗസും ബാക്ടീരിയൊക്കെ കഴിക്കും. ഓക്കെ, സോ ഇതിനെയാണ് നോക്കിക്കേ. ഇനി ഈ ഡിട്രീറ്റീവ് ഓസിനെ അല്ലെങ്കിൽ ഈ പറയുന്ന ഫഞ്ചയും ബാക്ടീരിയൊക്കെ ആര് കഴിക്കും? ആർ ഈട്ടൺ ബൈ ദ ടെറിഷറി കൺസ്യൂമേഴ്സ്. ആരാ കഴിക്കുന്നത്? ഇവിടുത്തെ സ്മോൾ ഫിഷസ് കഴിക്കും. കേട്ടോ, ആരാണ് ഈ ഫംഗസിനെ ബാക്ടീരിയൊക്കെ ആര് കഴിക്കും? സ്മോൾ ഫിഷസ് കഴിക്കും. ഇതാണ് ഇവിടുത്തെ കണ്ടീഷൻ. നോക്കിക്കേ, ഇതാണ് മാംഗ്രൂവ് അല്ലേ, ഒരു ഡിട്രീറ്റസ്. ഇതാണ് ഇവിടുത്തെ എന്ത് വിളിക്കുക? ഡിട്രീറ്റസ്. ഓക്കെ, ഇതിനെ കഴിക്കുന്നത് ഡിട്രീറ്റീവ് ഓറുകളാണ് അല്ലെ, അല്ലെങ്കിൽ ഇവരാണ് ഇവിടുത്തെ പ്രൈമറി കൺസ്യൂമേഴ്സ്, ഫംഗസും ബാക്ടീരിയയും. കേട്ടോ, ഇനി ഇതിനെ കഴിക്കുന്നത് സെക്കൻഡറി കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഇവിടുത്തെ ഇൻസെക്ട്സ് ആണ്. ഇനി ഇതിനെ കഴിക്കുന്നത് സ്മോൾ ഫിഷസ് ആണ്, ടെറിഷറി കൺസ്യൂമേഴ്സ്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഒരു DFC അല്ലെങ്കിൽ ഡിട്രീറ്റസ് ഫുഡ് ചെയിൻ സ്റ്റാർട്ട്സ് വിത്ത് ഡിട്രീറ്റസ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. കണ്ടല്ലോ, ഒരു ഡിട്രീറ്റസ് ഫുഡ് ചെയിനിൽ ഡെഡ് ലീവ്സ് അതിനെ കഴിക്കുന്നത് ഈറ്റൺ ബൈ ദ ആരാണ്? ശരിക്കും വുഡ് ലൂസ്. ദെൻ വുഡ് ലൂസിനെ കഴിക്കുന്നത് ബ്ലാക്ക് ബേർഡ്. കണ്ടോ, സോ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കുക. കേട്ടോ, എപ്പോഴും ഒരു ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ ഡെബ്രിസ് ഓർ എ ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിസം അല്ലെങ്കിൽ എറ്റ് എ ഡെട്രീറ്റസ് അല്ലേ, ഒരു ഡിട്രീറ്റസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഡിട്രീറ്റസ് ഫുഡ് ചെയിൻ എന്നുള്ളത് മനസ്സിലാക്കുക.